ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ താമരയുടെ റണ്ണർ നടുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ചില വെറൈറ്റി ലോട്ടസുകൾക്ക് റണ്ണർ മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ. കാരണം അത് സ്ഥിരമായിട്ട് പൂക്കൾ നൽകുന്ന ട്രോപ്പിക്കൽ വെറൈറ്റി ആയതുകൊണ്ട് ചില വെറൈറ്റികൾക്ക് നമുക്ക് റണ്ണർ മാത്രമേ കിട്ടാറുള്ളൂ. അതുകൊണ്ട് തന്നെ റണ്ണർ വാങ്ങി നടുന്നതിന് വേണ്ടിയിട്ടും പല ആളുകൾക്കും താല്പര്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് റണ്ണർ എങ്ങനെ നടുന്നത് എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇതേ സൈസുള്ള ഒരു ചെറിയൊരു ടബ്ബാണ് എടുത്തിട്ടുള്ളത്. വള ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ആട്ടിൻകാഷ്ടം, ഉണങ്ങിയ ആട്ടിൻകാഷ്ടമാണ് ചേർത്തിട്ടുള്ളത്. റണ്ണർ ആയതുകൊണ്ട് കുറച്ച് വളം ചേർത്തു. എല്ലുപൊടി ഇട്ട് കൊടുത്തിട്ടില്ല. എന്നിട്ട് കുറച്ച് ചുവന്ന മണ്ണ് അതിന് മുകളിൽ ഈ ഒരു അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് ഞാൻ നടുന്ന റണ്ണർ. ഗ്രീൻ ആപ്പിളിൻ്റെ ഒരു ചെറിയ ഒരു ഗ്രോയിൻ ടിപ്പ് മാത്രമുള്ള റണ്ണറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ റണ്ണർ. അത് നമുക്ക് റണ്ണർ എടുക്കുമ്പോൾ പ്രധാനമായിട്ടും അതിൽ ലീഫുകൾ എന്തായാലും ഉണ്ടായിരിക്കണം. ഇതുപോലുള്ള 1-2 ലീഫ് ഉണ്ടെങ്കിലാണ് നമുക്കത് പിടിച്ച് കിട്ടാൻ ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ലീഫുള്ള റണ്ണറുകൾ മാത്രം വാങ്ങിക്കാനും അതുപോലെ തന്നെ മാറ്റി നടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതുപോലെ ലീഫുകളോട് കൂടിയിട്ട് റണ്ണർ വേണം നമ്മൾ വാങ്ങാനും മാറ്റി നടാനും. എന്നിട്ട് ഇതേപോലെ ഞാൻ നടുന്നത് ഈ ഒരു രീതിയിലാണ്. ഇതുപോലെ അതിൻ്റെ ഈ ഒരു ബാക്ക് സൈഡ് റണ്ണറിൻ്റെ ഈ ഒരു ബാക്ക് സൈഡ് മാത്രം ജസ്റ്റ് മണ്ണിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ ഉറപ്പിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ റണ്ണറിൻ്റെ ഗ്രോയിൻ ടിപ്പിൻ്റെ ഭാഗം ഞാൻ മണ്ണിട്ട് കൊടുക്കുന്നില്ല. അതിന് പകരം ഞാൻ നമ്മളെന്തെങ്കിലും ഈർക്കിളിയുടെ കഷ്ണം അല്ലെങ്കിൽ ഇതുപോലുള്ള ചെറിയൊരു ടൈലിൻ്റെ കഷ്ണം അതിന് മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. നമ്മളിങ്ങനെ ടൈലിൻ്റെ കഷ്ണം മാത്രം അല്ലെങ്കിൽ ഈർക്കിളിയുടെ കഷ്ണമൊക്കെ ഇതുപോലെ ഈ ഒരു റണ്ണറിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ റണ്ണർ ആയതുകൊണ്ട് തന്നെ നമ്മൾ മണ്ണിട്ട് ഫുള്ള് ട്യൂബർ നടുന്ന പോലെ നട്ട് കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ടൈലിൻ്റെ കഷ്ണമൊക്കെ വെച്ച് കൊടുക്കുമായിരിക്കും നല്ലത്. എന്നിട്ട് ഞാൻ ഇതേപോലെ ഫുള്ള് വെള്ളം നമ്മുടെ ലീഫ് വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന അതേ അളവിൽ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫ്രിഡ്ജ് ബോക്സിൽ കൂടെ റണ്ണർ നടുന്നത് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ വളമൊക്കെ ഇടുന്ന വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം അത് എടുക്കുന്ന സമയത്ത് മഴ പെയ്തു. അതാണ് ഇതിൽ വെള്ളം നിറഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് നടന്നൊരു വീഡിയോ കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മുടെ ഗ്രീൻ ആപ്പിളിൻ്റെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള, നേരത്തെ കണ്ടത് നമ്മളൊരു ചെറിയൊരു റണ്ണറായിരുന്നു. ഇത് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള, നമ്മൾ വാങ്ങുമ്പോൾ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഇതേ രീതിയിലുള്ള റണ്ണറുകൾ നമ്മൾ വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു റണ്ണറാണ് ഞാൻ ഫ്രിഡ്ജ് ബോക്സിൽ നടാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇവിടെ തന്നെ ഉള്ള ഒരു ടബിൽ നിന്ന് ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇതുപോലെ ലീഫൊക്കെ ഉള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള റണ്ണർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നേരത്തെ നമ്മുടെ ആ ചെറിയ റണ്ണർ നട്ട പോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ബാക്ക് സൈഡ് മാത്രം ഞാൻ ജസ്റ്റ് കുറച്ച് മണ്ണിട്ടിട്ട് ഒരു അതുപോലെ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇട്ട് കൊടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉറപ്പിക്കാം. മഴ പെയ്തതുകൊണ്ടാണ് അതിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നത്. വീഡിയോ എടുക്കണേക്ക് മുന്നേ മഴ പെയ്തു. അപ്പോൾ എന്നിട്ട് ഞാൻ ഈ റണ്ണറിൻ്റെ റണ്ണർ ശരിക്കും 2 റണ്ണറാണ്. അപ്പോൾ ഈ ഒരു റണ്ണറിൻ്റെ ഈ ഒരു ഭാഗം ഞാൻ ഒരു ചെറിയൊരു ടൈല് കഷ്ണം വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ അത് നമുക്ക് വെള്ളത്തിന് മുകളിലോട്ട് വരാതിരിക്കാനും വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു ടൈലിൻ്റെ കഷ്ണം ഈ ഒരു സൈഡിലായിട്ടും വെച്ച് കൊടുത്തു. ആ കാണുന്ന ആ ഒരു റണ്ണറിൻ്റെ ആ ഒരു ഭാഗത്തും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ വെക്കുമ്പോൾ അത് വെള്ളത്തിൽ മുകളിലായിട്ടാണ് നിൽക്കുന്നത്. ഇത് ജസ്റ്റ് റണ്ണറിൻ്റെ പുറകിൽ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ വെച്ച ടൈല് വെച്ചിട്ട് കാര്യമില്ല. കാരണം അതിന് മുകളിൽ നമ്മുടെ വെള്ളത്തിന് മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ആ ടൈലൊന്ന് മാറ്റി വേറൊരു ചെറിയൊരു കഷ്ണം കൂടെ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തു. അതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ടൈലിൻ്റെ കഷ്ണമൊക്കെ വെച്ച് റണ്ണർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് റണ്ണർ നടാറുള്ളത്. എനിക്കിത് പിടിച്ച് കിട്ടാറുണ്ട്. പലരും പല രീതിയിലാണ് റണ്ണർ നടുന്നത്. എനിക്ക് ഈ രീതിയിൽ വെച്ച് കഴിഞ്ഞാലും റണ്ണർ പിടിച്ച് കിട്ടാറുണ്ട്. ഇതുവരെ യാതൊരു പ്രോബ്ലം വന്നിട്ടില്ല. എന്നിട്ട് ഞാൻ ആ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ നമ്മുടെ ലീഫ് പൊങ്ങി കിടക്കുന്ന ആ അളവിൽ ഞാൻ വെള്ളം നിറച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ട്യൂബർ നടുന്നതിന് വ്യത്യാസമാണ് നമ്മൾ റണ്ണർ നടാൻ. ഇനി നിങ്ങൾക്ക് മണ്ണിൽ പ്രസ് ചെയ്ത് വെക്കണമെന്നില്ല. ജസ്റ്റ് അതിന് മുകളിൽ ഇതുപോലെ ടൈലിൻ്റെ കഷ്ണം അല്ലെങ്കിൽ ഓട് കഷ്ണം ഈർക്കിലൊക്കെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക ചെയ്താലും അത് മണ്ണിൽ റൂട്ട് വന്നിട്ട് റണ്ണർ ഓടി
നമുക്ക് ആ പ്ലാന്റ് വളർന്ന് കിട്ടും. ഇനി നടാൻ തീരെ അറിയാത്തവർ ഈ ഒരു രീതിയിലും ചെയ്യാം. ഇപ്പോഴും റണ്ണറും വാങ്ങിച്ച് നടാൻ വേണ്ടിയിട്ട് അറിയാത്തവരും അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേടി, കാരണം അത് വാങ്ങിച്ചിട്ട് പിടിച്ച് കിട്ടുമോ എന്നൊക്കെ ഡൗട്ടുള്ളവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ രീതിയിൽ നമുക്ക് റണ്ണർ നടാം. അപ്പോൾ ഇതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം നട്ടതായിരുന്നു നമ്മുടെ വൈറ്റ് പിയോണിയർ റണ്ണറാണ്, അതും അതിൽ നട്ടു വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ ഗ്രീൻ ആപ്പിൾ. അപ്പോൾ ഇനി കാണിക്കുന്നത് നെക്സ്റ്റ് നമ്മുടെ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഗ്രീൻ ആപ്പിൾ നട്ടിട്ടുള്ള ടബ്ബാണ്. കുറച്ച് ദിവസത്തിന് ശേഷം ഇതേ ഒരു ലീഫ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ചെറിയൊരു റണ്ണർ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. മഴ ആയതുകൊണ്ട് തന്നെ ഗ്രോത്ത് വളരെ പതുക്കെയാണ്, എങ്കിലും ആ ഒരു റണ്ണർ പിടിച്ച് കിട്ടി. നെക്സ്റ്റ് നമ്മുടെ ഗ്രീൻ ആപ്പിൾ തന്നെ ഞാൻ ഫ്രിഡ്ജ് ബോക്സിൽ നട്ടതിൻ്റെ വളർച്ചയാണ് ഈ കാണുന്നത്. അതിലെ 2 ലീഫുകൾ വന്നു. അപ്പോൾ ആ ഒരു പ്ലാന്റും ഇവിടെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ വൈറ്റ് പിയോണി അന്ന് നട്ടിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. വൈറ്റ് പിയോണി ഇതാ ഈ കാണുന്നു, അതും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും റണ്ണർ നടാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.